പെൺവാണിഭ ഇടപാടുകൾക്ക് വേണ്ടി ആപ്പ് എസ്കോട്ടിന് സ്ത്രീകളടങ്ങുന്ന സംഘം കൊച്ചിയിൽ പെൺവാണിഭ കേന്ദ്രം നടത്തിയിരുന്ന അക്ബർ അലിയുടെ ഹൈടെക് രീതിയാണിത്. ആരാണ് ഈ അക്ബർ അലി എന്ന് മനസ്സിലായോ? കൊച്ചിയിൽ പെൺകുട്ടികളെ ക്രൂരമായി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അലിയുടെ പെൺവാണിഭ ലഹരി ഇടപാടുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതര സംസ്ഥാനത്തു നിന്നും യുവതികളെ കേരളത്തിലെത്തിച്ച് ആവശ്യക്കാർക്ക് നൽകുന്നതായിരുന്നു ഇയാളുടെ രീതി. പണം കൈമാറാൻ അക്ബർ അലിയുടെ അക്കൗണ്ടിൻ്റെ QR കോഡാണ് ലോഡ്ജിൽ നൽകിയിരുന്നത്. കലൂരിൽ പെൺകുട്ടികളെ ആക്രമിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന അക്ബർ അലിയെയും മറ്റ് സംഘങ്ങളെയും പിടികൂടാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ മാത്രമാണ് ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസമാണ് കലൂരിൽ പുലർച്ചെ പെൺകുട്ടികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ആ കേസിന് പിന്നാലെയാണ് ഈ അക്ബർ അലി എന്ന വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ കേസിലെ മുഖ്യപ്രതിയാണ്. കഴിഞ്ഞ വർഷം ഈ അക്ബർ അലി അടങ്ങുന്നൊരു സംഘത്തെ കൊച്ചിയിൽ പെൺവാണിഭ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു. അന്നാണ് ഈ അക്ബർ അലിയുടെ ഹൈടെക് പെൺവാണിഭ ഇടപാടുകളെക്കുറിച്ച് വിവരം ലഭിച്ചത്. അതായത് കൊച്ചി കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു വലിയ പെൺവാണിഭ ശൃംഖല വളർത്തിയെടുക്കുന്ന അതിൻ്റെ തലവനായി വളർന്നു വന്ന ഈ അക്ബർ അലി, ഈ കേസിൻ്റെ ഒരു സ്വഭാവം അതുകൊണ്ട് തന്നെ, അതായത് ഈ പെൺകുട്ടികൾ ആക്രമിച്ച കേസിൻ്റെ സ്വഭാവം ഈ ഒരു അക്ബർ അലിയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ തലം തന്നെ മാറുകയാണ്. ഇയാൾ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചയാണോ ഈ അക്ബർ ഇതുവരെയും പിടികൂടാൻ കഴിയാത്തത്? ഇയാൾ നാട്ടിലുണ്ടോ അതോ സംസ്ഥാനം വിട്ടിരിക്കുമോ? ടോം, ഈ അക്രമ സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കുറച്ച് പെൺകുട്ടികളെയും അവരുടെ സുഹൃത്തുക്കളെയും എല്ലാം സാമൂഹ്യ വിരുദ്ധർ അല്ലെങ്കിൽ ഈ ലഹരിക്ക് അടിപ്പെട്ടവർ ആക്രമിച്ചു എന്ന രീതിയിലെല്ലാം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ആളുകളെ, പ്രതികളെക്കുറിച്ചും അവരുടെ ഡീറ്റെയിൽസിനെ കുറിച്ചും പോകുമ്പോഴാണ് ഈ കേസിൻ്റെ ഒരു മാനം തന്നെ മാറുന്നത്. കാരണം ഈ അക്ബർ അലിയെക്കുറിച്ച് പറയുമ്പോൾ അക്ബർ അലി നേരത്തെയും കേസിൽ പ്രതികളായിരുന്നു എന്ന് ആദ്യം പോലീസിന് അത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് ഈ രണ്ടും ഒരാൾ തന്നെയാണെന്ന് പോലീസ് കുറച്ച് വൈകിയാണ് ഈ കാര്യങ്ങൾ തന്നെ മനസ്സിലാകുന്നത്. ഇത് മനസ്സിലാകുമ്പോഴേക്കും ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു. കാരണം തികഞ്ഞ ഒരു കുറ്റവാളി എന്ന രീതിയിൽ തന്നെയായിരുന്നു അയാളുടെ പെരുമാറ്റമല്ല. അയാളെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറുന്നു. അയാളുടെ സംഘത്തിൽപ്പെട്ടവർ മാറുന്നു. പെൺകുട്ടികളടക്കം അയാളുടെ സംഘത്തിലുണ്ടായിരുന്നു. ഈ പെൺകുട്ടികളെ ആക്രമിച്ച സംഘത്തിലും യുവതികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം വളരെ പൊടുന്നനെ ഇവിടെ നിന്ന് മാറുന്നു. പിടികിട്ടിയവരിൽ നിന്നാണ് ബാക്കി വിവരങ്ങളിലേക്കെല്ലാം തന്നെ എത്തുമ്പോഴാണ് ഈ അക്ബർ അലിയും അതോടൊപ്പം തന്നെ നേരത്തെ പോലീസ് ഈ സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിൽ വളരെ സജീവമായ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരുന്നത് എന്നത് പറയുന്നത്. ഇയാളുടെ പിടിയിലായവരാകട്ടെ, ഇയാൾ ഇപ്പോൾ പുതിയ ഒരു താവളം കണ്ടെത്തി അവിടെ വാടകയ്ക്ക് ലോഡ്ജ് മുറികൾ വാടകയ്ക്കെടുത്ത് അത് നടത്തിക്കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ഇയാളുടെ ഏജന്റുമാരടങ്ങുന്നവരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ഇവരുടെ ഒരു ആൾക്കൂട്ടം തന്നെയായിരുന്നു അന്ന് ഈ യുവതികളെ ആക്രമിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇയാൾ നേരത്തെ ഈ കേസ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട പിടിയിലാകുമ്പോൾ പോലീസിന് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇടപ്പള്ളിയിൽ ഒരിടത്ത് ഇങ്ങനെ ഒരു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ പരിശോധന നടത്തുന്നത്. അങ്ങനെ ആ പരിശോധനയിലേക്ക് പോകുമ്പോഴാണ് ഇയാളെക്കുറിച്ച് അന്ന് അവിടെ പരിശോധന നടത്തുമ്പോൾ ഈ സ്ത്രീകളോ മറ്റാരെങ്കിലും കുറിച്ചും വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മറ്റ് പരിശോധനകളിലേക്ക് പോകുമ്പോഴാണ് കടവന്ത്രയിൽ നിന്നും നിർണായകമായ ആ വിവരങ്ങൾ ആ സ്റ്റേഷൻ പരിധിയിൽ നിന്നടക്കം കിട്ടുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അതിൽ പറയുന്നത് പിന്നീട് ഇയാളെ പിടികൂടുമ്പോൾ ഇതിൽ പറയുന്നത് ഇയാളെ ഏതാണ്ട് 6ഓളം യുവതികൾ, അതായത് മലയാളികൾ അല്ലാതെ ഇവിടേക്ക് എത്തുന്ന പലരെയും തന്നെ ഇങ്ങനെ ഒരു ട്രാപ്പിലാക്കുന്ന സംഭവങ്ങളുണ്ട്. ഇവിടെ പല ജോലികൾക്ക് വേണ്ടി വരുന്ന ഇതര സംസ്ഥാനക്കാരെ അടക്കം ഇയാളുടെ സംഘത്തിലേക്ക് ചേർത്ത് നിർത്തുന്നു. ഇവർക്ക് വില പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ടാണ് ഇയാൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഈ എക്സ്കോർട്ട് പോകുന്ന രീതിയിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം നൽകുന്ന ഒരു ആപ്പ് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറ്റി ഒരു ഹൈടെക് സംവിധാനത്തിലേക്കാണ് ഇയാളുടെ ഒരു പെൺവാണിഭ സംഘത്തെ കൊണ്ടുപോയിരുന്നത്. ഇയാൾക്ക് QR കോഡിലൂടെ ഇയാൾക്ക് പണം നൽകുമ്പോൾ മാത്രമാണ് ഇവർ പറയുന്നിടത്ത് ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന് എത്തിക്കുക.
അവർ നിശ്ചയിക്കുന്ന തുകയിൽ ഏജന്റിനൊരു ഭാഗം, ഇയാൾക്കൊരു ഭാഗം, ഈ പോകുന്ന പെൺകുട്ടികൾക്ക് ഒരു തുക, അങ്ങനെ ഇത് കൃത്യമായി വീതിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഇയാൾ ഈ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ രീതിയിൽ ഒരു ഹൈടെക് പെൺവാണിഭം എന്ന രീതിയിലേക്ക് ഇയാൾ കൊണ്ടുപോകുന്നു. ആളുകൾക്ക് ടൂർ പോകാൻ താല്പര്യമുള്ളവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ പല രീതിയിലും ഇതിൻ്റെ പുതിയ സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്നത് ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് കൊച്ചി നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് തീർച്ചയായും ഡാനി, അങ്ങനെയെങ്കിൽ ഈ അക്ബർ അലി വലിയൊരു അപകടകാരിയാണെന്ന് തന്നെ കരുതേണ്ടി വരുമല്ലേ? ഇയാള് ഈ ഒരു കലൂരിലെ ഇയാളുടെ ഹോട്ടലിന് സമീപത്ത് വെച്ചാണ് ഈ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നത്, പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഹോട്ടലിന്റെ മറവിൽ, ഈ ലോഡ്ജുകളുടെ മറവിലായിരുന്നോ ഈ പെൺവാണിഭ ഇടപാടുകൾ നടത്തിയിരുന്നത്? ഒരുപക്ഷെ ഭാഗ്യം കൊണ്ടാകാം പെൺകുട്ടികൾ രക്ഷപ്പെട്ടത്. അതായത് ആക്രമണത്തിനപ്പുറം മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ലൈംഗിക അതിക്രമം പോലും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രയും വലിയ കൊടും ക്രിമിനലുകളാണ്. ഒരുപക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ അക്ബർ അലിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ഒരുപക്ഷെ ഈ പെൺവാണിഭ ഇടപാടുകളുടെ കണ്ണികളായിരിക്കുമോ? അതിലേക്ക് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ടോ? നിലവിൽ അതിൻ്റെ ഒരു പോലീസിൻ്റെ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഇടപാടുകാരിൽ ഇവരുടെ ഏജന്റുമാരൊക്കെ തന്നെയാണ് ഇയാൾക്കൊപ്പം പിടിയിലായിരുന്നത്. അതോടൊപ്പം തന്നെ ഇനി കിട്ടാനുള്ളത് ഏതാണ്ട് 8ഓളം പേര് ഇനി കിട്ടാനുണ്ട്, പെൺകുട്ടികൾ ഉൾപ്പെടെ. ഇവരെല്ലാം ഇയാളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് എന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പോലീസ് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ഇവരിലേക്ക് അന്വേഷണം ചെല്ലാനായിട്ട് കഴിയുന്നില്ല എന്നതാണ്. ഇതൊരു സാധാരണ ഒരു ക്രിമിനൽ ഗ്യാങ് അല്ലെങ്കിൽ ഒരു അനാശാസ്യ പ്രവർത്തനങ്ങൾ ഈ ഏകോപിപ്പിക്കുന്ന കുറച്ച് പേര്, ഇവരെ പിടികൂടാൻ പോലും പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം വലിയ കൊടും ക്രിമിനൽ അല്ലെങ്കിൽ വലിയ പ്ലാനിങ്ങോ അത്തരം കാര്യങ്ങളോടുകൂടി നടക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. പക്ഷേ അവരെ പോലും പിടിക്കാനായിട്ട് ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇപ്പോൾ അതിക്രമം നടന്നിട്ട് 3 ദിവസം 4 ദിവസം പിന്നിടുമ്പോഴാണ് ഈ പോലീസ് ഇപ്പോഴും ഇയാളുടെ ഒരു സ്വദേശം എന്ന് പറഞ്ഞാൽ പാലക്കാട് സ്വദേശിയാണ്. പാലക്കാട് പോയിട്ടുണ്ട്, ടീം പോയിട്ടുണ്ട്, വരുന്നു പോകുന്നു എന്നെല്ലാം പറയുന്നതല്ലാതെ ഇത് ആരിലേക്ക് അന്വേഷണം എത്തി, അല്ലെങ്കിൽ ഈ 7 പേരിൽ ആരെപ്പോലും പിടികിട്ടുന്നില്ല എന്നതെല്ലാം വലിയ ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കണം. പോലീസ് നീക്കങ്ങൾ പുറത്തു പോകുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് എല്ലാം തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇയാൾക്ക് അത്ര വിപുലമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതിനു മുൻപ് പലതവണ ഇയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്, പലതവണ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇയാളെ എന്തുകൊണ്ട് ഇതിൽ കൊടുക്കാനായിട്ട് പോലീസിന് അന്വേഷണം എത്തിക്കാനായിട്ട് കഴിയുന്നില്ല എന്നതാണ്. ഈ അതിക്രമം നടത്തി വളരെ പെട്ടെന്ന് ഇവരിവിടെ നിന്ന് കാണാതാകുന്നു. അതിനുശേഷം വലിയ രീതിയിൽ അന്വേഷണത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം ലക്ഷ്യത്തിലെത്തുന്നില്ല എന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിൽക്കുന്ന ചോദ്യമാണ്. ഇവർ കേന്ദ്രീകരിച്ചിരുന്നത് ഈ പരിസരത്ത് കലൂർ മേഖലയിലും മറ്റും കൂണുകൾ പോലെ മുളച്ചു പൊന്നുന്ന ചില ഈ അക്കോമഡേഷൻ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. ഹോട്ടൽ എന്ന് ചെറിയ രീതിയിൽ പറയാവുന്ന ഈ ഹോട്ടൽ സംവിധാനങ്ങൾ, ഈ ഹോട്ടലുകളെല്ലാം ഇവർ ഒരു 10-12 മുറികളുള്ള ഹോട്ടലുകളെല്ലാം ഇവർ ഒരുമിച്ച് വാടകയ്ക്ക് എടുക്കുകയാണ് ഈ സംഘത്തിൻ്റെ പലരുടെയും തന്നെ രീതി. അങ്ങനെ എടുക്കുന്നത് അവരാണ് പിന്നീട് അത് നിയന്ത്രിക്കുന്നത്, ആരവിടേക്ക് വരണം വേണ്ട എന്നത്. അത് ഈ സംഘം അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമാകുന്ന രീതിയിലേക്ക് അത്തരം സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പെൺവാണിഭ കേസുകൾ പലതും തന്നെ നടന്നു പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പോലീസിൻ്റെ അനുമതിയാണോ, പോലീസിൻ്റെ അനുമതി ഇത്തരം കാര്യങ്ങളിൽ തേടേണ്ടതുണ്ടോ എന്നതെല്ലാം മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഒരു ബിസിനസ് നടന്നു പോകും. പക്ഷേ ഇത് ആ രീതിയിൽ വേണ്ട സാഹചര്യത്തിലേക്കെല്ലാം തന്നെ പോകുന്നു എന്നത് തന്നെയാണ്. ഇത്തരം ക്രിമിനൽ സംഘങ്ങളാണോ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ ഈ ഹോട്ടലുകൾ മുഴുവനായിട്ട് തന്നെ വാടകയ്ക്ക് എടുക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഇനി അവശേഷിക്കുന്ന പ്രതികളെങ്കിലും ഏറെ വൈകാതെ തന്നെ പിടികൂടാൻ പോലീസിന് കഴിയണം. അല്ലായെങ്കിലും വല്ലാത്തൊരു നാണക്കേടിലേക്ക് പോലീസ് ചെന്നെത്തും. ഇത്തരം ഒരു സെക്സ് റാക്കറ്റിൻ്റെ ഭാഗമായ 8 പേരെ കേരള പോലീസിന്, കൊച്ചി സിറ്റി പോലീസിന് പിടികൂടാൻ കഴിയുന്നില്ല എന്നത് പൊതുജനത്തിന് മുന്നിൽ വലിയ ചോദ്യം തന്നെയാണ്. ടോം. യെസ്, തീർച്ചയായും ഡാനി, അതാണ് കാരണം. നിലവിലെ പിടിയിലായ 3 പ്രതികൾ, അതിൽ 2 പേരും നേരത്തെ അക്ബർ അലിക്കൊപ്പം പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളവരാണ്. ഇനി അറിയേണ്ടത് മറ്റ് പ്രതികൾ. ഇപ്പം നിലവിൽ ഒളിവിലുള്ളത് 7 പ്രതികളാണ്, അക്ബറിൽ ഉൾപ്പെടെ.
ഇതിൽ ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, ചില സ്ത്രീകളടക്കം യുവതികളടക്കം. അങ്ങനെയെങ്കിൽ അവരിലേക്ക് ഇനി അന്വേഷണം നീങ്ങണം. അവരും ഈ സെക്സ് റാക്കറ്റ് സംഘത്തിൻ്റെ കണ്ണികളാണോ? ആ രീതിയിലൊരു സംശയം പോലീസിനുണ്ടോ? നിലവിലെ സംശയം അത് തന്നെയാണ്. കാരണം ഇയാൾക്കൊപ്പം നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആകണമെന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അയാൾക്കൊപ്പമുള്ളവരെ ആ രീതിയിൽ തന്നെയാണ് പോലീസ് കാണുന്നത്. മറ്റ് പിടിയിലായിരിക്കുന്നവരുടെ മൊഴികൾ അതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇവർ കുറച്ച് നാളുകളായിട്ട് കൂടെയുണ്ട്, അവർക്കും ഇതുമായി ബന്ധമുണ്ട്. പിടിയിലായവരുമാകട്ടെ ഇയാളുടെ ഏജന്റുമാരെ പോലെ ഹോട്ടലുകളിലും ഈ നടത്തിപ്പുകാരായിട്ട് പ്രവർത്തിച്ചവരാണ്. അപ്പം സ്വാഭാവികമായും ഇയാൾക്കൊപ്പമുള്ളവർ തന്നെയാണ്. ഇവർക്ക് ഇത്തരം സെക്സ് റാക്കറ്റുമായും ക്രിമിനൽ സംഘങ്ങളുമായും എല്ലാം തന്നെ ബന്ധമുള്ളവരാണ് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഏതായാലും വൈകാതെ പിടിയിലാകുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുമുള്ളത്. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അക്ബർ അലിയെയും സംഘത്തെയും പിടികൂടാൻ പോലീസ് സംസ്ഥാനത്തെമ്പാടും വലവിരിച്ചിട്ടുണ്ട്. ഒരു കൊടും കുറ്റവാളിയാണ് ഇയാൾ. ഇതിനു മുൻപ് പെൺവാണിഭ ഇടപാടുകളിലടക്കം പ്രതിയാകപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. പോലീസ് ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഈ കേസിനെ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.